ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കറുടെയും മഹാവീരൻ അയ്യങ്കാളിയുടെയും ജന്മദിനങ്ങളും അവരുടെ നിனைவு നാളുകളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ്. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈ തീവ്ര സനാതനത്തിന്റെ സാഹോദര്യമില്ലായ്മ നമ്മുടെ ഉള്ളിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ദയവ് ചെയ്ത് അടുത്ത മഹാവീരൻ അയ്യങ്കാളിയുടെ ജന്മദിന ആഘോഷത്തിന്റെ പരിപാടിയായിട്ടും എന്ത് പരിപാടിയാണെങ്കിലും ബഹുജനങ്ങളെ മുഴുവൻ കോർത്തിണക്കാൻ പറ്റുന്ന ഒരു വലിയ ഇടത്തിലേക്ക് ഞാൻ വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. KPMS തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളിയുടെ 84ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. ചടങ്ങ് KPMS ജനറൽ സെക്രട്ടറി ആലംകോട് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വേടൻ ഒരു അതിഥിയല്ല, നമ്മുടെ കുടുംബത്തിലെ അംഗമാണെന്നും വേടന് പിന്തുണ നൽകി KPMS ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാകുമെന്നും ആലംകോട് സുരേന്ദ്രൻ പറഞ്ഞു. ഈ സമ്മേളനം ഇന്ന് കേരളമാകെ ശ്രദ്ധിക്കപ്പെടുവാൻ കാരണഭൂതവനായി മാറിയ നമ്മുടെ മുഖ്യ അതിഥി ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ കേരളം മഹാത്മാ അയ്യങ്കാളിക്ക് ശേഷം പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന പ്രിയപ്പെട്ട വേടൻ, വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരും ബഹുമാനീയരും പ്രിയങ്കരമായതുകൊണ്ട് തന്നെ ഈ സമ്മേളനം വൻ വിജയമാക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ദീർഘമായിട്ടുള്ള ഒരു ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അനുജന്റെ വാക്കുകൾ കേൾക്കുവാനും ശ്രദ്ധിക്കുവാനുമാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നത്. അതിനൊരു നിമിത്തമായിട്ടാണ് ഈ ദിനാചരണത്തെ KPMS കാണുന്നത്. KPMS നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒരു ജാതിക്കോ ഒരു മതത്തിനോ എതിരല്ല. വേടൻ ഉയർത്തിയ മുദ്രാവാക്യമുണ്ട്. ചാതുർവർണ്ണത്തിനെതിരെയാണ് അദ്ദേഹത്തിന്റെ പോരാട്ടം. സമത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പോരാട്ടം. ഈ രാജ്യത്ത് ജനിക്കുന്ന എല്ലാവർക്കും തുല്യനീതി ഉണ്ടാകണം. അവൻ ഏത് ജാതിയോ ഏത് മതമോ ഏത് വർഗമോ എന്നുള്ളതല്ല. ഈ മണ്ണിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും ജീവിക്കുവാനുള്ള അവസരം, തുല്യത ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ജനവിഭാഗത്തിന്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എന്റെ കുട്ടികളെ സ്കൂളിൽ കയറ്റി പഠിപ്പിച്ചില്ലെങ്കിൽ ഈ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1 വർഷം നീണ്ടുനിന്ന കാർഷിക സമരത്തിന് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുക്കുന്നതിന് മുമ്പ് കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാവിന്റെ 84ാം ചരമവാർഷിക ദിനത്തിൽ അത് മുഖ്യാതിഥിയായി എത്തുവാൻ വേടനല്ലാതെ മറ്റാരുമില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വേടൻ നമുക്കൊരു അതിഥിയല്ല, നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ്. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും, സാധാരണ ജനവിഭാഗങ്ങളും, ഞാൻ മറക്കുന്നില്ല, ചില ആളുകൾക്ക് കുരു പൊട്ടിയിട്ടുണ്ട്. വേടന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വേടനെ കുറ്റം പറഞ്ഞുകൊണ്ടും വേടന്റെ വാക്കുകൾക്ക് എതിർപ്പ് പറഞ്ഞും ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത്തരം ആളുകൾ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം, കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട്. തീർച്ചയായും വേടന്റെ വാക്കുകൾക്ക് പിന്തുണ നൽകുന്ന ഈ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി, സമുദായ വർഗ ബന്ധങ്ങൾക്ക് അപ്പുറമായി വേടന്റെ വാക്കുകൾക്ക് ഇന്ന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ആ വാക്കുകൾ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ശക്തമായ പിന്തുണയാണ് കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരള പുനർമഹാസഭയുടെ പിന്തുണ വേടനോടൊപ്പം ഉണ്ടാകും, അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് ഇന്ന് കിടക്കുന്നില്ല. മഹാത്മാവിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അറിയാവുന്നവരാണ് നമ്മളെല്ലാം. ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭരണഘടനയിലൂടെ എഴുതിപ്പിടിച്ച അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേടനോടൊപ്പം KPMS ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും
KPM സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ചടങ്ങിൽ റാപ്പർ വേടന് സ്വീകരണവും ആദരവും നൽകി. മഹാത്മാക്കളായ അയ്യങ്കാളിയും അംബേദ്കറും തുറന്നിട്ടിരിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്ന് വേടൻ പറഞ്ഞു. ബാബാ സാഹേബ് അംബേദ്കറും മാവീരൻ അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആ വഴിയില് ഈ സനാതന സമൂഹത്തിനിടയിലുള്ള ഈ വഴിയിൽ സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ ധൈര്യപൂർവം നടക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് അത് മാത്രമേ എനിക്ക് ഇത്രയും സന്തോഷമുള്ള ഒരു സ്ഥലത്തും എനിക്കൊരു സങ്കടം ഉള്ളത് ഞാൻ പറയട്ടെ. ഞാൻ കാലത്ത് സ്മൃതി മണ്ഡപത്തിലേക്ക് പോയിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു. ഇപ്പൊ ഇവിടെ വരുന്നു. മഹാവീരൻ അയ്യങ്കാളിയുടെ നിனைவு നാൾ. അത്രയും വലിയൊരു മനുഷ്യനെ ഓർക്കേണ്ട ഒരു ദിവസം നമ്മളൊരു കൊച്ചു കുടിച്ചു മുറിയിനകത്ത് നിന്നാണ് ആഘോഷിക്കുന്നത് എന്നുള്ളൊരു സങ്കടമുണ്ട്. കേരളത്തിലെ ജാതി സമൂഹം മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ജാതിവാദിയായിട്ടും ഒത്തുകിടുന്ന ഒരു വേദിയിൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹാവീരൻ അയ്യങ്കാളിയുടെയും ജന്മദിനങ്ങളും അവരുടെ നിனைவு നാളുകളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ്. പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയങ്ങളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും വളരാൻ ഒരുപാട് കാലം എടുക്കും എന്നുള്ളതാണ് എനിക്ക് കുറച്ച് നാളുകളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ തന്നെ വിഭജിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ തീവ്ര സനാതനത്തിന്റെ സാഹോദര്യമില്ലായ്മ നമ്മുടെ ഉള്ളിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ദയവ് ചെയ്ത് അടുത്ത മഹാവീരൻ അയ്യങ്കാളിയുടെ ജന്മദിന ആഘോഷത്തിന്റെ പരിപാടിയായിട്ടും എന്ത് പരിപാടിയാണെങ്കിലും ബഹുജനങ്ങളെ മുഴുവൻ കോർത്തിണക്കാൻ പറ്റുന്ന ഒരു വലിയ ഇടത്തിലേക്ക് ഞാൻ വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സനാതനത്തിന്റെ ആളുകളെ വിഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ പരിഷ്കരണത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് പട്ടികജാതി, ആദിവാസി, ദളിത് സമൂഹങ്ങളെല്ലാവരും. ഞാൻ അധികം സംസാരിച്ച് നീട്ടുന്നില്ല, എന്റെ വിഷമം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിങ്ങനെ ആഘോഷിക്കേണ്ട പരിപാടിയല്ല. നമ്മളിങ്ങനെ ഒരു കുടിച്ചു മുറിക്കകത്ത് നിന്നിട്ട് കൊണ്ടല്ല നമ്മളെ മഹാവീരൻ അയ്യങ്കാളി ആഘോഷിക്കേണ്ടത്. ലോകം അറിയുന്ന അവസ്ഥയിലേക്ക് അതിന് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. പട്ടികജാതിക്കാര്, ആദിവാസി, ദളിത് ആയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മൾ ഇപ്പോഴും സനാതനത്തിലെ അടിമകൾ തന്നെയാണ്. അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും. ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി. എനിക്ക് ഒരു 6.5 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളത് തിരിച്ച് തൃശ്ശൂരിലേക്ക്. അപ്പൊ ഞാൻ വേഗം തന്നെ പോവാണ്. ഞാനൊരു പാട്ട് പാടിയിട്ടേ പോകുള്ളൂ. പക്ഷെ എന്ത് പാട്ട് പാടുന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ. എന്ത് പാട്ട് പാടണം? പൊയ്കയിലപ്പച്ചന്റെ പാട്ട് പാടാനാണ് പറഞ്ഞത്. ഞാനും പഠിച്ചു വന്നിട്ടൊന്നുമില്ല. എങ്കിൽ കൂടി ഈ പൊയ്കയിലപ്പച്ചന്റെ ഒരു പാട്ടിൽ 4 വരി ഞാൻ ഇപ്പോഴത്തെ സാമൂഹ്യാവസ്ഥയിൽ ഇത്. മഹാത്മാവ് അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപത്തിൽ വേടനും KPMS ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും പുഷ്പാർച്ചന നടത്തി. KPMS സംസ്ഥാന പ്രസിഡന്റ് സി രാജപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ രാജൻ നന്ദിയും രേഖപ്പെടുത്തി. അനന്യ, CB, ചെറുവയ്ക്കൽ തുളസീധരൻ, K വിദ്യാധരൻ, ഉഷാലയം ശിവരാജൻ, പാറശാല ദേവരാജൻ, മന്ദിരം രവീന്ദ്രൻ, രമേശ് മണി, പാറോട്ടുകുളം രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.